ചേലക്കരയുടെ നിയുക്ത MLA. ചേർത്ത് പിടിച്ച ഒരു ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെട്ടത്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചേലക്കരക്കാർക്ക് വിശ്വാസമാണ്. ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും നിൽക്കുന്നു. അത് തന്നെ ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി എണ്ണൽ പൂർണ്ണമായ ശേഷം ഞാൻ പറയാം, സംസാരിക്കും. ചേലക്കരയിൽ കിടന്നിട്ടുണ്ട്. ചേലക്കരയിലും നമുക്ക് പ്രതീക്ഷയേക്കാൾ നല്ല ലീഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇത് മുഴുമിക്കിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാവരും കാണാം. പരമാവധി അത് തന്നെയാണ് ഞങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുമിക്കോട്ടെ, ഞാൻ പറയാം. ഇത് ഇല്ല, ഇത് കഴിഞ്ഞോട്ടെ, ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെയാണ് പ്രതീക്ഷ പോലെയുള്ള മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ നല്ല പോലെ ഇതുവരെയുള്ള പഞ്ചായത്തിൽ ലീഡ് തന്നിട്ടുണ്ട്. ഇനിയുള്ള പഞ്ചായത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂർണ്ണമായി പറയും. പാലക്കാട്ടെ നിയുക്ത MLA വളരെ പക്വമായി, വളരെ കുറഞ്ഞ വാക്കുകളിൽ പ്രതീക്ഷ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നു. എല്ലാം കഴിയട്ടെ, എണ്ണിക്കഴിയട്ടെ എന്ന് പറയുമ്പോൾ അതിന് പുറത്ത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തുണ്ട് കേട്ടോ ലഡുവും പായസവും. അവിടെയുള്ള പ്രവർത്തകർ അവിടേക്ക് എത്തണം. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് ലഡുവും പായസവും വിതരണം ചെയ്യുകയാണ്. ചേലക്കരയിൽ ആഘോഷാരവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട് UDF എടുത്ത ലീഡ് 551 വോട്ടുകളുടേതാണ്. അതാണ് 1000-ന് മുകളിൽ പോയ BJPയുടെ ലീഡ് 409 കുറഞ്ഞത്. 6ാം റൗണ്ടിൽ UDFന്റെ ലീഡ് 551 ആയിരുന്നു. പാലക്കാട്ട് തന്നെയാണ് വലിയ കൗതുകം, വലിയ വിവാദങ്ങൾ. ആ വിവാദങ്ങളൊക്കെ ഏത് തരത്തിൽ അവിടുത്തെ വോട്ടർമാർ സ്വീകരിച്ചു എന്നതിന്റെയൊക്കെ BJP കേന്ദ്രങ്ങളിൽ BJP പ്രതീക്ഷ പെർഫോമൻസ് നടത്തിയില്ല. അവിടേക്ക് കടന്നു കയറാൻ BJP കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് 7 റൗണ്ട് കഴിയുമ്പോൾ 409 വോട്ടിന്റെ മാത്രം ലീഡ് BJPക്കുള്ളത്. അപ്പോൾ ആളുകൾ വിചാരിക്കും BJP ആണല്ലോ ഇപ്പോഴും മുമ്പിൽ, പിന്നെ എന്താണ് BJPക്കാർക്ക് ഒരു സന്തോഷമില്ലാത്തതെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം, 7 റൗണ്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 4 വർഷം മുമ്പ് BJPയുടെ ലീഡ് 9733 ആയിരുന്നു. 9733-ന് ശ്രീധരൻ ലീഡ് ചെയ്തുകൊണ്ട് നിന്ന ആ ഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ 409 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് കേവലമായ, അതുകൊണ്ട് തന്നെ ഈ ലീഡ് മറികടക്കാൻ കഴിയുന്ന ലീഡാണ് എന്ന് വിചാരിക്കേണ്ടത്. ഇതുകൊണ്ടാണ് ഇനി സംഭവിക്കേണ്ടത്. ഇനിയിപ്പോൾ ഇപ്പോൾ BJPക്ക് വന്ന നഷ്ടം പോലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ, അതായത് യാക്കര തൊട്ട് അങ്ങോട്ട് പിരായിരിയിലും മറ്റുമൊക്കെ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടായാൽ മാത്രമേ ഈ ട്രെൻഡ്, ഈ തരത്തിലുള്ള അവസ്ഥ മാറുകയുള്ളൂ. പക്ഷെ അതിനൊരു സാധ്യത ആരും കൽപ്പിക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയാണ് BJP പരമാവധി വോട്ടെടുക്കേണ്ട സ്ഥലം. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വളരെ സേഫാണ് അവിടെ, വളരെ കംഫർട്ടബിൾ ആണ് അവിടെ. ചേർത്ത് നിർത്തുകയാണ് AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾ. ചേലക്കര ഉറപ്പിച്ച ചേലിന് ഒരു ആഹ്ലാദാലിംഗനം നൽകുകയാണ്. സെക്രട്ടറി ഉണ്ട്, AC മൊയ്തീൻ ഉണ്ട്. ചേലക്കര LDFനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം സംസ്ഥാനത്ത് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് LDFനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. ഞങ്ങൾ അധികം വിശദമായി പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹം ഒരു വരി മറക്കാതെ കൃത്യമായി പറഞ്ഞു, സർക്കാർ വിരുദ്ധ വികാരമില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു ചേലക്കരയെന്ന്. അതിനെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന വാദം. ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞൊരു വിജയമാണെങ്കിൽ പോലും അത് തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. അവിടെയാണ് ചേലക്കരയിൽ ചേലത്ത വിജയമാണ് ഇടതുപക്ഷം നേടിയത് എന്ന് പറയേണ്ടി വരും. 567 വോട്ടിന്റെ മാർജിൻ ഇപ്പോൾ തന്നെയുണ്ട്. അത് ഇനിയും വളർന്നു വരാനുള്ള സാധ്യത തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന്റെ വിജയമൊക്കെ വലിയ വിജയമാണ്. ഉപതെരഞ്ഞെടുപ്പാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ കണ്ടാൽ ചേലക്കരയിൽ നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെ 39,400 കണക്കാക്കേണ്ടതില്ല. 15,000 വോട്ടിനൊക്കെ ജയിക്കുകയാണെങ്കിൽ തന്നെ വലിയ വിജയം എന്ന് നമുക്ക് ചേലക്കരയിലെ വിജയത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇതിനോടകം എണ്ണിയ വോട്ടുകളിൽ ലീഡ് 8,429 UR പ്രദീപ് 24,219 വോട്ട് നേടിയപ്പോൾ രമ്യയ്ക്ക് 15,790 വോട്ടേ ലഭിച്ചിട്ടുള്ളൂ. ബാലകൃഷ്ണന് 9,455 വോട്ടും. ചേലക്കര ഞങ്ങളുടെ കോട്ടയാണ് എന്ന് LDF തെളിയിച്ചിരിക്കുകയാണ്.